സോ ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് എണ്ണാഴ്സൻ. ബിഗ് ബോസിൻ്റെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൽ രതീഷ് നൈസായിട്ട് ഇറങ്ങി പോണ പോലെയാണ് കാണിക്കുന്നത്. ഒരിക്കലും ഇറങ്ങി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊക്കെ ആഗ്രഹം ഉണ്ട് ആ വെറുപ്പിക്കൽ എങ്ങനെയെങ്കിലും വെറുതെ എന്തിനും തൊട്ടനും പിടിച്ചതിനും കച്ചവടമാക്കുന്ന ഒരു വൃത്തിയിട്ട സാധനമാണ്. അതെങ്ങനെയെങ്കിലും ഇറങ്ങി പോകണമെന്ന് നമ്മൾ ഭയങ്കരമായിട്ട് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. മൂപ്പരാടെ ചെന്നിട്ട് ഇങ്ങനെ മൂപ്പരെ പെട്ടിക്കിടക്കൊക്കെ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ പിന്നെ 2 മണിക്കൂർ കഴിയുമ്പോൾ ഭാര്യനെ ഓർമ്മ വരും. മൂപ്പത്തിൽ സ്ഥിരമുള്ള സംഭവമാണ്. അയ്യോ എൻ്റെ അമ്മുക്കുട്ടി, എൻ്റെ ബാക്കി എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓർത്തിട്ട് പിന്നെ 2 മണിക്കൂർ കഴിയുമ്പോൾ ഡോറിൻ്റെ തൊട്ടടുത്ത് തിരിച്ചിട്ട് വരും. നിങ്ങളെന്താ ആരും സൂസു വിളിക്കാഞ്ഞ്? ഞാൻ ഇറങ്ങി പോകുമ്പോൾ സൂസു വിളിച്ചത് തിരിച്ചിട്ടില്ലേ ഇനിയാ? ആ സ്കീം ഇട്ടിട്ട് ചിലപ്പോൾ തിരിച്ചു വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടാൻ സീനുണ്ട്. കാരണം വെറുതെ കോണ്ടൻറ്റ് ഉണ്ടാക്കുകയാണ്. ഭയങ്കര ബോറ് ചെങ്ങായി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. ഓഫ്കോഴ്സ് രതീഷിൻ്റെ ഫാൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ബിഗ് ബോസിൽ നല്ലൊരു കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരാളാണ്. നാളത്തെ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്താ സംഭവം നോക്കാം. എന്തായാലും പോകാനൊന്നും പോകുന്നില്ല, അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ വീട്ടിൽ നിന്ന് ഭാര്യ അടിച്ച് പൊട്ടിക്കുന്ന പറഞ്ഞത്. അപ്പം അങ്ങനെ പോകുന്നു, അങ്ങനെയൊന്നും ഇങ്ങനെ തൊട്ടേനും പിടിച്ചാലും പോകാൻ നിൽക്കാമോ? പിന്നെ മൂപ്പരാരായിപ്പോയി ഉറപ്പാണ് തിരിച്ചു വരും. എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു വരും. മൂപ്പരങ്ങനെയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും, കാണുന്നവർക്കറിയാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ബിഗ് ബോസിൻ്റെ പുതിയ എൻ്റെ ഒപ്പീനിയൻ, ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൻ്റെ ബേസ് ആയിട്ടുള്ള എൻ്റെ ഒപ്പീനിയനൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നമുക്ക് കാണാം.